ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ലേറ്റായി, 6:30 ആയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഇത്തിരി കാപ്പി കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ വെച്ച് കുടിക്കുകയാണ്, അവിടെ ഇരുന്നിട്ട് കുടിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാം ആയതുകൊണ്ട് രാവിലെ അത്ര തിരക്കില്ലല്ലോ, ചോറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനിതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് വഴുതനങ്ങ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അത് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം അരിഞ്ഞതിന് ശേഷം ഞാനിതാ അതും കൂടി വെക്കുകയാണ്. പിന്നെ മോരുകറി വെക്കണം, കുമ്പളങ്ങയും മോരുകറിയും കൂടി വെക്കണം. ഇന്ന് മീനൊന്നും വാങ്ങുന്നില്ല, ഇന്നെല്ലാം പച്ചക്കറിയാണ്. അപ്പോൾ വഴുതനങ്ങ എൻ്റെ അടുത്ത് 2-3 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഉള്ളിയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെറുതായിട്ടൊരു മെഴുക്ക് വെട്ടി വെച്ചു. അത് മതിയാവും നമുക്ക്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല രീതിയിൽ റോസ്റ്റ് പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു മെഴുക്കുവരട്ടി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണോ എന്നറിയില്ല. വഴുതനങ്ങ വെണ്ടയ്ക്കൊന്നും അധികം കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല, എന്നാൽ ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെയാണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ കുമ്പളങ്ങ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, കുമ്പളങ്ങയും മോരും കൂടി കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുമ്പളങ്ങയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി നന്നായിട്ട് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു ഉലുവാപ്പൊടി കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചട്ടിയിലാവുമ്പം ഒരുപാട് ടേസ്റ്റാണ്. ഇങ്ങനെയുള്ള കറികളൊക്കെ ചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മോരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോരൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം തീയെല്ലാം ഓഫ് ചെയ്തു. പിന്നെ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കടുകും കൂടി അതിലേക്ക് താളിച്ചെടുക്കണം. അതും കൂടി ചെയ്താൽ നമ്മുടെ മോരുകറി ഇവിടെ റെഡിയാവും കേട്ടോ. മോരുകറി നല്ല ടേസ്റ്റാണ്. മോരുകറി ഒരു ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോരുകറി. മോരും കുമ്പളങ്ങയും കൂടി ഇട്ടിട്ടുള്ള കറി നല്ല ഇഷ്ടമാണ്. പിന്നെ മോര് തനിയെ അങ്ങനെയും കറി വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് നല്ല വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീയെല്ലാം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോര് കറിക്ക് കടുകും കൂടി വറുത്തിടണം. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മോര് കറിയിലേക്ക് കടുക് ഉള്ളിയെല്ലാം വറുത്തിടുകയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട്. സമയം ഒരു 7:30 ആയിട്ടുണ്ട്. 7:30 ആകുമ്പോൾ നമ്മൾ രാവിലത്തെ ചായ വയ്ക്കും, പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ എനിക്കാണെങ്കിലും ഭയങ്കര തലവേദനയാണ്. അപ്പോൾ അതൊന്ന് കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയാണ്. അപ്പം നമ്മുടെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അധികം കഷ്ണമൊന്നും എൻ്റെ അടുത്തില്ലായിരുന്നു, ഉള്ള കഷ്ണമൊക്കെ വെച്ചിട്ട് നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാണ്ട് അങ്ങനെയുള്ളൊരു സാമ്പാറാണ്. കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ, നമുക്ക് ദോശയ്ക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ അരച്ച ചമ്മന്തി ഉണ്ട്, തക്കാളി ചമ്മന്തി ഉണ്ട്. അപ്പോൾ തക്കാളി ചമ്മന്തിയും സാമ്പാറും ആകുമ്പം അത് മതിയാവുമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്.
അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ദോശ ചുടുകയാണ്. ഇപ്പോൾ ഒരു സമയം 8 മണി ആയിട്ടുണ്ടാവും. അപ്പം ദോശ ചുടുകയാണ്. അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുത്തു, കുട്ടികളൊക്കെ കഴിച്ചു. ഇനി ഞാനിതാ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സാമ്പാറും കൂടി എടുത്തിട്ട് ദോശ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.